അധികാരം കൊണ്ടുള്ള ഒരു ഫിത്ന ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാൾക്ക് അങ്ങനെ ഒരു അഹങ്കാരം തോന്നിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? അതാണ് സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ് فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ദീൻ കൊണ്ടുണ്ടാകുന്ന ഫിത്നയുടെ പരിഹാരം അസ്സുഹ്ബത്തു സ്വാലിഹ, നല്ലവരോടൊപ്പമുള്ള കൂട്ടുകെട്ട്. സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്നയുടെ പരിഹാരം മഅരിഫത്തു ഹഖീഖത്തി ദുനിയ, ഈ ലോകത്തിന്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കൽ. എത്ര നിസ്സാരമാണ്, എത്ര നൈമിഷികമാണ് ഈ ലോകത്തെ സുഖങ്ങൾ എന്ന് മനസ്സിലാക്കൽ. സമ്പത്ത് കൊണ്ടുള്ള ഫിത്നയുണ്ടാകാതിരിക്കാൻ കാരണം. ഇൽമു കൊണ്ടുള്ള ഫിത്നയ്ക്ക് പരിഹാരം അത്തവാദുഉ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കലാണ്, അല്ലാഹുവിന്റെ മുമ്പിലും സൃഷ്ടികളുടെ മുമ്പിലുമൊക്കെ. നാലാമത്തേത്, അധികാരം കൊണ്ടുണ്ടാകുന്ന ഫിത്നയ്ക്കുള്ള പരിഹാരം അൽ ഇഖ്ലാസ്, കാര്യങ്ങൾ അല്ലാഹുവിന് വേണ്ടി ചെയ്യാം. ഇത് ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠമാണ്. ആ സൂറത്ത് അവസാനിക്കുകയാണ്. ഖുൽ, പറയണം നബിയേ, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ്, ജിന്നല്ല, മലക്കല്ല. ഞാൻ മനുഷ്യപ്രകൃതിയുള്ള ആളാണ്. അത് മാത്രമാണോ? യൂഹാ ഇലയ്യ, എനിക്ക് അല്ലാഹു വഹി നൽകുന്നുണ്ട്. ഞാൻ വഹി നൽകപ്പെടുന്ന ഒരു മനുഷ്യരാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ വെറും മനുഷ്യനാണ്, അത്രക്കുള്ളൂ എന്ന് പറയാൻ ഈ ആയത്ത് ദുരുപയോഗം ചെയ്യാറുള്ളത്. സാധാരണ മനുഷ്യന്മാർക്ക് വഹി വരാറുണ്ടോ? യൂഹാ ഇലയ്യ, വഹി നൽകപ്പെടുന്ന ആളാണ് ഞാൻ. നബി തങ്ങൾ ജിന്നോ മലക്കോ അല്ല എന്ന് പറയലാണ് അവിടെ ആവശ്യം. നബി തങ്ങൾക്ക് ദിവ്യത്വമില്ലെന്ന് ഉറപ്പ് തന്നെ. പക്ഷേ നബി തങ്ങൾ സാധാരണ മനുഷ്യനെ പോലെയാണോ? അല്ലല്ലോ. യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ മുമ്പിൽ വന്ന് അള്ളാഹുവിന്റെ വിഷയങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാത്തത് എനിക്ക് അല്ലാഹു അറിയിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹും വാഹിദ്, എന്റെയും നിങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹു, സൃഷ്ടാവ് ഒരേ ഒരുത്തൻ മാത്രമാണെന്ന് വഹി നൽകപ്പെടുന്ന ആളാണ് ഞാൻ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി, സ്വന്തം രക്ഷിതാവായ അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടുമല്ലോ എന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവർ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ. ആരോടായി പറയുന്നത്? മുഅ്മിനീങ്ങളോട്. ഈമാൻ ഉണ്ടെങ്കിലാണ് അമൽ സ്വാലിഹാവുക. അമൽ സ്വാലിഹാത്തിന് ഈമാൻ ഉണ്ടാവൽ നിർബന്ധമാണ്. ഈമാനുള്ളവർ ചെയ്തെങ്കിലേ കർമ്മം അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. മുഅ്മിനീങ്ങൾ അല്ലാഹു ഒരു ഇലാഹും വാഹിദ്, ഒരേ ഒരുത്തനാണ് എന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തിൽ അവർ ശിർക്ക് ചെയ്യാൻ പാടില്ല. വലാ യുശ്രിക്, ശിർക്ക് ചെയ്യരുതേ. ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളെയും ഒന്നിനെയും പങ്കുകാരാക്കരുതേ. മുഅ്മിനീങ്ങളോട് സൽക്കർമ്മം ചെയ്യാൻ പറഞ്ഞിരിക്കെ, അല്ലാഹു ഏകനാണെന്ന് വിശ്വസിച്ചിരിക്കെ, ഈമാനുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങളാണല്ലോ അമലൻ സ്വാലിഹാവുന്നത്. എന്നിട്ടും ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ ശിർക്കിന്റെ അർത്ഥം ബഹുദൈവ ആരാധനയല്ലെന്നും, നേരെ മറിച്ച് കർമ്മങ്ങൾക്കുള്ളിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ജനങ്ങൾ അറിയാൻ വേണ്ടി, പ്രശസ്തി ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കല്ലേ. ഇബാദത്തിന്റെ കൂലി അല്ലാഹു തരണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം, ജനങ്ങളാരും കാണാനോ കൈയടിക്കാനോ ഒന്നിനുമല്ല, ഞാൻ പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന് വേണ്ടിയാണ് എന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം ഒരു നല്ല നേരമായിരിക്കും. അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്
പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാക്കി തരേണമേ. അങ്ങനെ ദുആ ചെയ്യണം. ഉലമാ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമിനാ യൗമ നൽഖാക്, നിന്നെ കണ്ടുമുട്ടുന്ന ആ ദിവസം ഞങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാക്കി തരയണമേ. അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അമലിൽ ആരെയും പങ്കുകാരാക്കാതിരിക്കുക. ബഹുദൈവ ആരാധന എന്നല്ല ഈ ശിർക്കിന്റെ അർത്ഥമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ പറയും. അശ്ശിർക്കുൽ ഖഫീ, ഗോപ്യമായി കിടക്കുന്ന കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു ശിർക്കുണ്ട്. ആ ശിർക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മറ്റാരോ അറിയാൻ വേണ്ടി, മറ്റാരോ കാണാൻ. ഇത് മനുഷ്യന്മാരിൽ ഇല്ലാതെയാവാൻ വലിയ പ്രയാസമാണ്. അല്ലാഹു തആല ഇല്ലാ മാ അസമ റബ്ബി, അല്ലാഹുവിന്റെ കാവൽ കിട്ടിയവരൊഴികെ. അല്ലാഹു നമ്മളെയൊക്കെ അവന്റെ കാവലിൽ അല്ലാഹു ആക്കി തരട്ടെ. എന്താ കുട്ടികൾ പ്രതിഷേധാണോ? ആമീൻ പറഞ്ഞപ്പോൾ നിർത്തിയെന്ന് വിചാരിച്ചു കുട്ടികൾ സന്തോഷപ്പെട്ടതാണോ? എന്താണ് അവിടെ എന്റെ കുട്ടിയില്ലാന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പാണ്. വേറെ ആരോ കുട്ടികളാണ് ഇപ്പൊ അവിടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുട്ടികളൊക്കെ ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അധികാരമുള്ള ഒരു അവസ്ഥയിൽ, അധികാരം എന്ന് പറയുമ്പോൾ എല്ലാവരും, ഒരു ഭർത്താവിന് അധികാരം തോന്നൂലേ ഭാര്യയുടെ പേരിൽ? ഭാര്യയ്ക്ക് മക്കളിൽ അധികാരം തോന്നും. പ്രത്യേകിച്ച് ഭർത്താവിനൊക്കെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഭർത്താവ് നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ മുതിർന്ന മക്കളുണ്ടല്ലോ എന്റെ ഒപ്പം എന്ന് പറയുന്നൊരവസ്ഥ വരെ പെണ്ണുങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെ എത്ര ഭർത്താക്കന്മാരെ പുറത്താക്കപ്പെട്ടിട്ടുണ്ടെന്നല്ല വീട്ടിൽ നിന്ന്. വയസ്സാകുന്നവരെ 60 കൊല്ലം ഗൾഫിലൊക്കെ ഒന്ന് ചെന്ന് നോക്കുമ്പോൾ ഉമ്മയും കുട്ടികൾ ഒരു ഭാഗം, വാപ്പപ്പുറത്ത് ഒച്ചയ്ക്ക്. എന്തൊരു കഷ്ടപ്പാട് യാ അല്ലാഹ്. എന്നാലും പെണ്ണുങ്ങളെ, എവിടെ ഇരിക്കണ പെണ്ണുങ്ങളോ, ഇത് കേൾക്കുന്ന പെണ്ണുങ്ങളോ, ആ ഒരു നന്ദികേട് ചെയ്തു പോവല്ലേ. സ്വർഗത്തിന്റെ വാതിൽ നിങ്ങൾക്ക് എതിരായി അടക്കപ്പെടും. സ്വർഗം കിടക്കണമെങ്കിൽ ഭർത്താവിനെ സന്തോഷിപ്പിച്ചേ പറ്റൂ. മക്കൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ മക്കളുണ്ടായത് എവിടുന്ന? ഒറ്റ താനം മുളച്ചു വന്നതാ? ഈ ഭർത്താവിലൂടെയല്ലേ മക്കളുണ്ടായത്. ഇത് മനസ്സിലാക്കാതെ എന്റെ കുട്ടികൾ എന്നെ നോക്കിക്കോളും, എനിക്ക് എന്റെ മക്കൾ മതി, നിങ്ങൾ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന സ്വഭാവങ്ങളൊന്നും നമ്മുടെ ഉമ്മത്തിൽ ഇല്ലാതിരിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. നമ്മൾ ചെയ്യുന്ന അമൽ അല്ലാഹുവിന് വേണ്ടിയാണ്. നമ്മുടെ കർമ്മം അല്ലാഹുവിന് വേണ്ടി. ആരും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, പ്രത്യേകിച്ച് ദഅവത്തിന്റെ രംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകന്മാർ, ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, എല്ലാവരും എല്ലാ കാലത്തും കൈയടിക്കൂല, എല്ലാ കാലത്തും എല്ലാവരും പ്രശംസിക്കൂല, എല്ലാ കാലത്തും ആൾക്കൂട്ടം ഉണ്ടാവില്ല. ഇന്നിപ്പോ കുറച്ച് ആൾക്കാരുടെ ഏറുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ 10-50 ആളായി ചുരുങ്ങും. ഈ ഒരു ആവേശം ഒക്കെ കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ ബോധത്തോടുകൂടെ തന്നെ അവിടെ നിൽക്കുന്നത്. ആൾക്കൂട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ കൂടാണ് കൂടിക്കോട്ടെ, കുറയാണെ കുറഞ്ഞോട്ടെ. നമ്മൾ പറയാനുള്ളത് പറയുന്നു, ഇൽമിന്റെ ദഅവത്ത് ചെയ്യുന്നു. ഒരാള് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ എതിർത്തു എന്ന് വിചാരിക്കുക, കളിയാക്കി എന്ന് വിചാരിക്കുക, പരിഹസിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ തോന്നരുത്. അങ്ങനെ വന്നാൽ നമ്മൾ ആ ചെയ്തത് ആരോ കൈകൊട്ടാനാണ് എന്നതിനർത്ഥം വന്നു. അപ്പോഴല്ലേ 4 ആള് എന്തെങ്കിലും ചീത്ത പറയുമ്പോഴേക്കും നമ്മൾ ഇടങ്ങേറായി പോകുന്നു. നമ്മൾ അതിനല്ലല്ലോ ചെയ്തത്. നമ്മൾ ചെയ്തൊരു നല്ല കാര്യം ചിലർക്ക് പിടിച്ചില്ലാന്ന് വരും. ചില സംഘടനകളുമായി ബന്ധപ്പെടുമ്പോൾ അവർക്കത് പിടിച്ചില്ലാന്ന് വരും. ചില ആളുകളുടെ മുമ്പേ കണക്കാക്കി ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അല്ലല്ലോ, പിന്നെ എന്തൊക്കെ അങ്ങനെ പറഞ്ഞത്. ഇതൊന്നും ഇവിടെ വിഷയമല്ല. നമുക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട വിഷയം നമ്മൾ പറയും. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അത് ഹക്കാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം നിങ്ങളുടെ സ്വന്തം കുടുംബക്കാർ നിങ്ങൾ എതിർത്തുനിന്ന് വരും, ഭാര്യ എതിർത്തുനിന്ന് വരും, കൂട്ടുകാരെതിർത്തുനിന്ന് വരും, നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ കളിയാക്കിയെന്ന് വരും. അതൊന്നും വിഷയമല്ല. ഞാൻ എന്റെ റബ്ബിന് വേണ്ടിയാ ചെയ്യുന്നത്. കൈയടിച്ചാലും കൂക്കി വിളിച്ചാലും ഒരുപോലെ. ഇതാണ് ഇഖ്ലാസിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ 4 ആള് കളിയാക്കുമ്പോഴേക്കൊരു ഒരു ടെൻഷൻ, അതൊന്നും വരേണ്ട ഒരു കാര്യമില്ല. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. പടപ്പലോട് തൗബ ചെയ്യേണ്ട കാര്യമില്ല, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കൂലി അള്ളാഹു തരണം എന്ന് മാത്രം പ്രതീക്ഷിക്കുക. അങ്ങനത്തെ ഒരു കൽബ് കിട്ടാൻ വേണ്ടി, എനിക്കങ്ങനത്തെ കൽബ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ വരക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനെന്ത് വരക്കാം. അള്ളാഹു നമ്മുടെ കൽബിൽ അങ്ങനെ ഒരു ഇഖ്ലാസ് റബ്ബ് തരട്ടെ. എത്ര ആത്മാർത്ഥമായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുള്ളൂ. ഈ സംഭവം നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മൾ ഒന്നിലേറെ തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇഖ്ലാസ് മലക്കുകൾ എഴുതി വെക്കാത്തൊരു സംഗതിയാണ്. നമ്മളിവിടെ നിസ്കരിച്ചു എന്ന് വിചാരിക്കാം. ഈ നിസ്കരിച്ചു എന്നേ മലക്കുകൾ എഴുതുള്ളൂ. ആ നിസ്കരിച്ചത് വാപ്പ അവിടെ കാണുന്നുണ്ട്, വാപ്പ നോക്കിയിട്ടുണ്ട്, ഇന്ന് നിസ്കരിച്ചില്ലെങ്കിൽ 4 അടി ഏറെ കിട്ടുന്നു വാപ്പ പറഞ്ഞു, വാപ്പാനെ പിടിച്ച് അവനെ നിസ്കരിക്കുന്നത്. ഇത് മലക്കുകൾ എഴുതി വെക്കൂല. മലക്കുകൾ അവൻ നിസ്കരിച്ചു എന്നാ എഴുതുക.
എന്തെങ്കിലും സൽക്കർമ്മം ചെയ്തിട്ടുണ്ട്, അവൻ സൽക്കർമ്മം ചെയ്തു. ഈ കല്യാണത്തെ അന്വേഷിച്ചു വരുന്ന സമയത്ത് ചെറുപ്പക്കാരൊക്കെ നിസ്കാരം തുടങ്ങുന്ന ഏർപ്പാടുണ്ടാവും. അന്വേഷണമൊക്കെ വരുമ്പോൾ അവല് സഫിലുണ്ടാവും, സുബൈക്ക് മുതൽ തുടങ്ങും. ആ സമയത്തൊക്കെ മലക്കൾ എഴുതി വെക്കൽ എന്താ? അവൻ അസറസ്കാരത്തിന് ജമാഅത്തിന് കൂടിയിട്ടുണ്ട്, സുബൈസ്കാരത്തിന് ജമാഅത്ത് വന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുമാണ്. ഇതൊക്കെ അവൻ ചെയ്തത് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ ഇത് മലക്കുകൾ എഴുതി വെക്കൂല. മലക്കുകൾക്ക് ഇഖ്ലാസിലേക്ക് ആക്സസ് ഇല്ല എന്നാ. ഖൽബിന്റെ ഉള്ളിൽ നിയ്യത്ത് എന്താണെന്ന് മലക്കുകൾക്ക് നോക്കാൻ കഴിയില്ല, ഇത് പടപ്പുകൾക്കും കഴിയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ പറഞ്ഞ അനൗൺസ്മെന്റിലേക്ക് ആത്മാർത്ഥമായി പറയാണ്. ഈ ആത്മാർത്ഥമായി പറയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നഹവ് കൊണ്ട് പറഞ്ഞാലൊന്നും ആത്മാർത്ഥം ആവില്ലല്ലോ. അങ്ങനെ ഈ ആത്മാർത്ഥമായിട്ട് പറയാൻ, ഇതിപ്പോ ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല, ഇതൊന്നും അറിയാതെ എനിക്ക് പറയുന്നുണ്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആത്മാർത്ഥ അല്ലാത്ത രീതിയിൽ എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ആത്മാർത്ഥമായിട്ടാണ്. അങ്ങനെയൊക്കെ ഒരു ആശയന്റെ ഉള്ളിൽ കടന്നു വരുന്നതാണ്. അപ്പൊ ആ വാക്ക് പറയേണ്ട, നമ്മളെ പറയുന്ന കാര്യങ്ങൾ പറയാ, അത്രേ ഉള്ളൂ. വിനീതമായിട്ട് ഞാൻ പറയണമെന്നൊക്കെ പറയില്ലേ, വിനീതമായി അഭ്യർത്ഥിക്കുക. എന്ത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക? വിനീതല്ലാതെ അഭ്യർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ ആവശ്യപ്പെടുകയാണ്, അത്രേ വേണ്ടൂ. അപ്പൊ ഇത് പറയുന്നത് തെറ്റാണ് എന്നല്ല, അതിന്റെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ശരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്താലേ അതിന്റെയൊക്കെ ഒരു ചെറിയ ഒരു അഹങ്കാരത്തിന്റെ ശകലങ്ങൾ അതിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ഇഖ്ലാസ് അള്ളാഹുവിനെ മാത്രം അറിയുന്ന വിഷയമാണ്. ആർക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, എനിക്കും എന്റെ റബ്ബിനെ അറിയുള്ളൂ. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ എന്തായിരുന്നു ഉദ്ദേശം? നമ്മുടെ ഖൽബിന്റെ ഉള്ളിലെ ഉദ്ദേശം എന്താ? ജീവിതത്തിലെ ഏത് പ്രവൃത്തിയും, പ്രത്യേകിച്ച് അധികാരമുള്ള ആളുകൾ, അവര് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ അധികാരം കൊണ്ട് ഫിത്തന ഉണ്ടാവില്ല. അല്ലാതെ നാലാള് അറിയണമെന്നോ, പത്രത്തിൽ അച്ചടിച്ചു വരണമെന്നോ, ഇന്നാലിന്റെ മെഡൽ കിട്ടണമെന്നോ, ഇന്നാലിന്റെ റെക്കഗ്നിഷൻ കിട്ടണമെന്നോ, ഇന്നാലിന്റെ ആളുകൾ ഇതിനെ അവാർഡ് തരണമെന്നോ, ഇതൊക്കെ പ്രതീക്ഷിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നഷ്ടമാണ്. തിജാറത്തുൻ ഖാസിറ, അത് നഷ്ടക്കച്ചവടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇഖ്ലാസാണ് ഏറ്റവും വലിയ മുതൽ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ജീവിതത്തിൽ വേണ്ടതും ഇതാ. നമ്മൾ നിസ്കരിക്കുന്നതും നോമ്പൊരുക്കുന്നതും, നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നതും, നമ്മൾ സംഭാവന ചെയ്യുന്നതും, നമ്മളൊരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നതും, ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നതും, ഒരു ഭാരവാഹിത്വം ഏറ്റെടുക്കുന്നതും ഇതിന്റെ അടുത്ത് അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാനാണ്. അപ്പോഴും നമ്മൾ ഈ സംഘടനകളുടെ പൊളിറ്റിക്സ് ഉണ്ടാവില്ല. അപ്പോ സംഘടനകൾ തമ്മിലുള്ള ഈ വാശിയും വൈരാഗ്യവും, സംഘടനയുടെ ലേബിൾ മാറുമ്പോഴേക്ക് അവരെന്താ അങ്ങനെ ചെയ്യാൻ, ഇവരെന്താ ഇങ്ങനെ ചെയ്യാൻ, ഇതൊക്കെ തോന്നുന്നത് അധികാരത്തിന്റെ ഫിത്തന ഖൽബിലുണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ നല്ല കാര്യമാണോ, അൽഹംദുലില്ലാഹ് നടന്നോട്ടെ. മോശമാണോ, നമുക്ക് വേണ്ട. ഇത് അള്ളാഹുവിന് ഇഷ്ടമാണോ, നടക്കട്ടെ. ഒരു സംഘടനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നാ നമ്മൾ നോക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടം നോക്കുന്നതിന് പകരം ഇന്നാലിന്റെ വ്യക്തികൾക്ക് ഇത് ഇഷ്ടമാണോ, ഇന്നാലിന്റെ ആളുകൾക്ക് ഇത് ഇഷ്ടമാണോ, ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിന് എതിര് ചെയ്തിട്ട് ഒരു പടപ്പിനെയോ ഒന്നിനെയും അനുസരിക്കേണ്ടതില്ല. നമ്മുടെ ഇബാദത്തും നമ്മുടെ ദഅവത്തും നമ്മുടെ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് പൊരുത്തമുള്ളതാണോ അല്ലയോ? ഈ രീതിയിൽ കർമ്മങ്ങൾ മാറണം. അതിനൊരുപാട് തടസ്സങ്ങളുള്ള കാലമാണിത്. ഈ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യാം. ഫമൻ യഅമൽ ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് അധികാരം കിട്ടിയതിന്റെ ശേഷവും ആ 2 വർഷവും ബഹുമാനപ്പെട്ടവർ ഏതോ പാവപ്പെട്ട ഒരു ഉമ്മയുടെ വീട്ടിൽ അവരുടെ ആടിന്റെ പാല് കറന്നു കൊടുത്തിട്ടുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ ചെന്ന് ചോദിച്ചപ്പോഴാണ് ആരാണെന്നറിയോ? അറിയൂല. അദ്ദേഹം എത്ര കാലം ചെയ്യാൻ തുടങ്ങി? 2-8 കൊല്ലായിട്ടുണ്ട്, കുറെ വർഷങ്ങളായി ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അമീറായതിന്റെ ശേഷവും ഭരണാധികാരി ആയതിന്റെ ശേഷവും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മുമാക്ക് ചെയ്തു കൊടുത്തിരുന്ന സേവനം നിർത്തിവെച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ തോന്നൽ വരില്ല, ഇനിയിപ്പോ എങ്ങനെ ഞാൻ അത് ചെയ്യാൻ, ഞാനിപ്പോ വലിയ നേതാവായി പോയില്ലേ? അങ്ങനെയല്ല. സയ്യിദുൽ ഖൗമി ഖാദിമുഹും. അല്ലെ, ഒരു സമൂഹത്തിന്റെ നേതാവ് സർദാർ ഖൗം കാ ഖാദിം ഹോത്താ ഹൈ. ഒരു സമൂഹത്തിന്റെ ഖാദിമായിരിക്കണം നേതാവ്. ഈ രീതിയിലുള്ള ഇഖ്ലാസ് നമ്മുടെ ഖൽബിലേക്ക് കിട്ടിയാൽ ഏതധികാരം ഏൽപ്പിച്ചാൽ തന്നെയും ആ മനുഷ്യനെ കൊണ്ട് ദുൽമുണ്ടാവില്ല, ആ മനുഷ്യനിൽ അഹങ്കാരം ഉണ്ടാവില്ല. ഈ രീതിയിൽ മുഅ്മിനീങ്ങൾ അധികാരം കിട്ടുമ്പോഴും അള്ളാഹു ഏതൊരു ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചാലും, പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നൊരു ലോകമാണിത്, ജോലിയുടെ സ്ഥലമാണിതൊക്കെ. നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങളിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യാന്ന് വിചാരിക്കുക, നമുക്കൊരു സീനിയർ പോസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കീഴെ മറ്റാളുകൾ ജോലി ചെയ്യുന്നെന്ന് വിചാരിക്കുക. അവരോടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ അള്ളാഹുവിന് പൊരുത്തുള്ളതേ ചെയ്യൂ എന്ന ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന സ്ഥാനം റഹ്മത്താണ്. ഇല്ലെങ്കിൽ അത് അദാബാണ്, ഫിത്നയാണ്, അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.